ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, എന്തിനായിരിക്കാം മോഹൻലാൽ മാപ്പ് പറഞ്ഞത്? മോഹൻലാൽ മാപ്പ് പറഞ്ഞത് മോഹൻലാലിനെതിരായി ഭീഷണി ഉയർത്തിയിരിക്കുന്നവർ കേന്ദ്ര ഭരണാധികാരത്തിന്റെ തണലുള്ളവരാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയായിരിക്കും RSS ആണ്, ഓർഗനൈസറാണ് മോഹൻലാലിനെതിരായി ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ആ ഭീഷണി മോഹൻലാലിനെ പോലെ അദ്ദേഹം ഒരു കലാകാരൻ മാത്രമല്ല, ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സമകാലീന ഇന്ത്യയിലെ BJPയുടെ ഈ ഭരണഘടനാ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങൾക്കെതിരായി പ്രതികരിക്കുന്ന കലാകാരന്മാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും പത്രപ്രവർത്തകരെയും ഒക്കെ നേരിടുന്ന ഒരു രീതി എല്ലാവർക്കും അറിയാം. അപ്പോൾ രാജ്യം ഭയപ്പെടേണ്ടത് മോഹൻലാലിന്റെ ഈ കീടങ്ങൾ രാജ്യം എത്തപ്പെട്ട ഒരു ഫാസിസ്റ്റ് അവസ്ഥയാണ് കാണിക്കുന്നത്. ആ ഫാസിസ്റ്റ് അധികാരത്തിന്റെ പ്രമത്തതയിലാണ് ഇവിടെ BJPയുടെ പ്രതിനിധി ഇപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വളരെ സമകാലീനമായി നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും ഭീകരമായ അസന്ധിഗ്ധമായ കൂട്ടക്കൊലകളുടെ അനുഭവമാണ് കാരവനും തെഹൽക്കയൊക്കെ ഒളിക്യാമറ പിടിച്ച് ഈ ബാബു ബജർഗിയെ കൊണ്ട് പറയിപ്പിച്ചത്. ആ സംഭവമാണ്. അത് നമ്മുടെ മുമ്പിൽ ഈ സിനിമയില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം. രേവതി ജോൾ അവരുടെ പുസ്തകത്തിൽ ഇതൊക്കെ തന്നെ വിശദമായി എഴുതിയിട്ടുണ്ട്. ഈ സിനിമ വന്നിട്ടില്ലെങ്കിലും കാര്യങ്ങൾ നോക്കിക്കാണുന്ന എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം എന്താണ് ഗുജറാത്തിൽ സംഭവിച്ചത് എന്ന്. ആ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ കേന്ദ്രത്തിൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ഒരു കാലത്ത് ബാബു ബജ്രംഗി നടത്തിയിട്ടുള്ള മനുഷ്യത്വം മരവിപ്പിക്കുന്ന കൂട്ടക്കൊലകളുടെ ബലാത്സംഗങ്ങളുടെ ഈ സംഭവങ്ങൾ BJPയെ ഭയപ്പെടുത്തും. BJPക്ക് വലിയ രീതിയിലുള്ള പേടിയുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്ന നമ്മളൊന്നുമല്ല ഭീരുക്കള്, BJPക്കാരാണ്, ഇവിടുത്തെ RSSകാരാണ്. അവർ ഈ രാജ്യത്തോട് കാണിച്ച ഒരു മഹാപാതകത്തിന്റെ സമകാലീനമായ ഒരു ചരിത്രത്തെയാണ് ഈ സിനിമ കൊണ്ടുവരുന്നത്. സിനിമയുടെ ഈസ്തറ്റിക്സിനോടൊന്നുള്ള യോജിപ്പ് കൊണ്ടല്ല നമ്മളെല്ലാവരും ഈ സിനിമയെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യം കണ്ട ഏറ്റവും നികൃഷ്ടമായ ഏറ്റവും ഭീകരമായ ഒരു വംശഹത്യാ സംഭവത്തെ അതിന് നേതൃത്വം കൊടുത്ത ഹൂളിഗാനികളായ ഹിന്ദുത്വവാദികളെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പോപ്പുലർ സിനിമ ഏറ്റെടുത്തു ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അതിന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ കാണിച്ച ധൈര്യത്തെ നമ്മൾ എല്ലാവരും അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഭിവാദ്യം ചെയ്യുമ്പോൾ തന്നെ മോഹൻലാൽ ഇപ്പൊ ഭയപ്പെട്ട് കീഴടങ്ങേണ്ടി വന്നത്, അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പൊ ഭയപ്പെട്ട് കീഴടങ്ങേണ്ടി വന്നത് ഒരു സംശയവുമില്ല ഭരണാധികാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയാണ്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളെല്ലാം. ഇവിടെ എന്താ പറഞ്ഞത്? മുമ്പ് ഇളയ ദളപതി വിജയ്ക്കെതിരായിട്ട് ഇവരെന്താ പറഞ്ഞത്? പാകിസ്ഥാൻ ചാരനാണെന്നാണ്. അയാളുടെ പേര് വിജയ് എന്നല്ല, ജോസഫാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയിൽ GSTയെ കുറിച്ചുള്ള ഒരു സാധാരണ പരാമർശം മാത്രമാണ്. GSTയെ കുറിച്ചുള്ള ഒരു പരാമർശത്തിന്റെ പേരിലാണ് വിജയ് ആക്രമിക്കപ്പെട്ടത്. തങ്ങളുടെ നയങ്ങൾക്ക്, തങ്ങളുടെ നിലപാടുകൾക്ക്, തങ്ങളുടെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക്, തങ്ങളുടെ മനുഷ്യാവകാശ ലംഘനത്തിനായിട്ട് ആര് സംസാരിച്ചാലും അവരെ വെറുതെ വിടില്ല. എന്തിന് മഹാനായ MD വാസുദേവൻ നായർ ആ തുഞ്ചൻ പറമ്പില് ഒരു പുസ്തക പ്രകാശന വേളയിൽ ഈ നോട്ട് നിരോധനത്തിന്റെ ഒരു അസംബന്ധതയെ, അതിന്റെ ഒരു തുക്കർക്കയൻ സ്വഭാവത്തെ സംബന്ധിച്ച് പരാമർശം നടത്തിയതിന്റെ പേരില്ലേ അദ്ദേഹത്തെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ആക്രമിക്കാൻ ഈ കേരളത്തിലെ സംഘപരിവാർ രംഗത്ത് വന്നത്? അപ്പൊ കേരളത്തിലെ സംഘപരിവാറുകാരെ ഇവിടെ വന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിങ്ങൾ കേരള സ്റ്റോറി എന്താണ്? ഇവിടെ BJPയുടെ ഈ RSSന്റെ പ്രതിനിധിയായി സംസാരിക്കുന്ന സുഹൃത്ത് മനസ്സിലാക്കണം. കേരള സ്റ്റോറി വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത 32,000 പെൺകുട്ടികളെ IS ക്യാമ്പുകളിലേക്ക് ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്തു എന്ന് അങ്ങേയറ്റം വിദ്വേഷമുണ്ടാക്കുന്ന ഒരു പ്രചരണമാണ്, ഒരു പ്രൊപ്പഗൻഡയാണ് നിങ്ങൾ നടത്തിയത്. ആ പ്രൊപ്പഗൻഡയോട് ഞങ്ങൾ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്, ഇനിയും പ്രതികരിക്കും. എന്നാൽ ഈ സിനിമയിൽ അദ്ദേഹം പറയട്ടെ, ഈ സിനിമയിലെ ബാബു ബജരംഗി ജീവിച്ചിരിക്കുന്ന ആളല്ലേ? ഈ വിദ്വാൻ ഈ രാജ്യത്ത് 2002 ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലക്ക് വേണ്ടി എല്ലാ നീക്കങ്ങളും നടത്തി ആ കൂട്ടക്കൊലകൾ പ്ലാൻ ചെയ്ത് അതിന് ആളുകളെ സംഘടിപ്പിച്ച് അതിന് ആയുധങ്ങൾ സംഘടിപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്ത മഹാക്രൂരനല്ലേ? ആ മഹാക്രൂരന് സംഘപരിവാറിന്റെ ഇന്നത്തെ ദേശീയ അധികാരത്തിലേക്കുള്ള പോക്കിൽ വലിയ സംഭാവന ചെയ്ത വർഗീയ ഭീകര സംഘമല്ലേ? ആ സംഘത്തെയല്ലേ പ്രതികരിക്കുന്നത്? അത് ഈ സിനിമയിൽ കാണിച്ചു എന്നത് ഈ സിനിമയിൽ ഇല്ലെങ്കിലും സംഘപരിവാറിന്റെ പ്രതിനിധിയായി ഇവിടെ ഇരിക്കുന്ന സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, കാരവൻ ഇത് നേരത്തെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തെകൽക്ക നേരത്തെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഒളിക്യാമറകൾ വെച്ച് ഇദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തിയ ഈ മൃഗയാ വിനോദങ്ങൾ വലിയ രീതിയിലുള്ള അഭിമാനമായ അദ്ദേഹം കാരവന്റെ പ്രതിനിധിയോട് സംസാരിച്ചില്ലേ? അദ്ദേഹം തെഹൽക്കയുടെ പ്രതിനിധിയോട് സംസാരിച്ചില്ലേ? നമ്മൾ ആരുമല്ലല്ലോ പറഞ്ഞത്. ബാബു ബജ്രംഗി തന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളെ, അദ്ദേഹത്തിന്റെ വീഡിയോകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമയിലും 2002 ഗുജറാത്ത് വംശഹത്യയുടെ ഈ ഒരു ഭാഗം കാണിച്ചിരിക്കുന്നത്. അത് വളരെ ഭീകരമായ മനുഷ്യത്വരഹിതമായ ഒരു പാതകമാണ്. ആ വംശഹത്യ പാതകത്തെയാണ് ഈ സിനിമ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. ആ വംശഹത്യയിലൂടെ അധികാരത്തിൽ വന്ന ആളാണ് നരേന്ദ്രമോദി. എന്തെങ്കിലും സംശയമുണ്ടോ? അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പോലും ആ സംഭവത്തെ എങ്ങനെയാണ് കണ്ടത്?
ലജ്ജ കൊണ്ട് എന്റെ തല താണു പോകുന്നു എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദിയെ മാറ്റാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടന്നില്ലേ? പക്ഷെ നരേന്ദ്രമോദിക്ക് പിറകിലുള്ള വലിയ മൂലധന ശക്തികൾക്ക് വാജ്പേയിയെ പോലും നിലക്ക് നിർത്താൻ കഴിഞ്ഞു. അന്നത്തെ വാജ്പേയിയെ പോലുള്ള ഒരു പ്രധാനമന്ത്രിയെ പോലും തടയാൻ കഴിഞ്ഞു. അപ്പോൾ നരേന്ദ്രമോദിയുടെ അന്നത്തെ മന്ത്രിസഭാ സംഘവും ആ ഗോത്രയിൽ ഉണ്ടാക്കിയ ആ സബർമതി എക്സ്പ്രസിലെ തീപിടുത്തം എന്ന് പറയുന്നത് പോലും നിങ്ങളുടെ പ്ലാന്റെ ഭാഗമായിരുന്നു. ഫ്ലോറൻസ് റിപ്പോർട്ട് വളരെ കൃത്യമായി റെയിൽവേയുടെ സെക്യൂരിറ്റി വിഭാഗം ഫ്ലോറൻസ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നപ്പോ എന്താ നമ്മൾ കണ്ടത്? കമ്പാർട്ട്മെന്റിന് പുറത്ത്, ബോഗിയുടെ പുറത്ത് തീപിടുത്തത്തിനുള്ള ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പറയുന്ന പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അകത്താണ് തീപിടിച്ചത്. കൊല്ലപ്പെട്ടവരാരാണ്? ഈ സബർമതി എക്സ്പ്രസിലെ ബോഗിയിൽ ഗോത്രയിൽ കൊല്ലപ്പെട്ടവരാരാണ്? ദളിതരായ ആളുകളാണ്. ആരാണത് പ്ലാൻ ചെയ്തത്? അതിനെ തുടർന്ന് വളരെ ആസൂത്രമായി രേവതിയിലോണ്ടൊക്കെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? വളരെ നേരത്തെ തന്നെ പെട്രോളും, നേരത്തെ തന്നെ എല്ലാ ആയുധങ്ങളും, എല്ലാവിധത്തിൽ കൂട്ടക്കൊലകൾക്ക്, വംശഹത്യകൾക്ക് വേണ്ടിയുള്ള സർവ്വ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ ഗോത്രയും എന്താണ്? ആ പ്ലാനിന്റെ ഭാഗമായിരുന്നു. ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചരിത്രം എപ്പോഴും എന്താണ്? അതിന്റെ സത്യം ജനങ്ങളിലേക്ക് ഏതെങ്കിലും വഴിയിലൂടെ എത്തിക്കും. അത് നേരിട്ട് എത്തിക്കണമെന്നില്ല. നിങ്ങൾക്ക് അധികാരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾ മാധ്യമങ്ങളെ ഭയപ്പെടുത്തുണ്ടാകാം, നിങ്ങൾ സിനിമക്കാരെ ഭയപ്പെടുത്തുണ്ടാകാം. ഇതൊരു തുടക്കമാവുകയാണ്. ഇനി ഇങ്ങനെ ചരിത്രം പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ എടുക്കാൻ ഇനി ധൈര്യപ്പെടുമോ ഇവിടെ സംവിധായകർ, നിർമ്മാതാക്കൾ? എത്ര പണം മുടക്കിയാണ് ഒരു സിനിമ നിർമ്മിച്ചത്? അതിന് റീ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാമ്പ് തന്നെ വെട്ടിക്കളയുക എന്നുള്ളതാണ്. അതിന്റെ കഥാതന്തു തന്നെ തുടക്കത്തിലെ വെട്ടിക്കളയുക എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് വേണം മനസ്സിലാക്കണം. അതാണ് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അതിലെ വില്ലന്റെ പേര് മാറ്റണം, ആ സമയത്ത് മ്യൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമ അതിന്റെ എല്ലാ രൂപഭംഗിയും നഷ്ടപ്പെട്ട് അതിന്റെ കഥ ഇല്ലാതാകുന്ന രീതി, കഥാവശിഷ്ടമാവും. അല്ല, അത് മോഹൻലാലിനോടൊക്കെ നമുക്ക് വളരെ സഹതാവാണ് തോന്നുന്നത്. അങ്ങനെ കീഴടങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ പത്മാവത് സിനിമയൊക്കെ കണ്ടേല്ലേ? സുപ്രീം കോടതിയിൽ പോയിട്ട് അതിന്റെ പ്രദർശനാനുമതി തടയണമെന്നുള്ള വാദം മുന്നോട്ട് വെച്ചപ്പോൾ സുപ്രീം കോടതി അത് റദ്ദ് ചെയ്തില്ലേ? അത് 14-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു യുദ്ധത്തെ, രജപുത്ര സാമ്രാജ്യത്തെ അലാവുദ്ദീൻ ഖിൽജി നടത്തിയ ഒരു യുദ്ധത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതപ്പെട്ട മാലിക് മുഹമ്മദ് ജയ്ഫി എഴുതിയ ഒരു പ്രണയകാവ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അപ്പൊ 14-ാം നൂറ്റാണ്ടിലെ സംഭവം, 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പ്രണയകാവ്യം, അതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഇത് നമ്മളെല്ലാം ജീവിച്ചിരുന്ന സ്മൃതി, നമ്മളൊക്കെ ജീവിച്ചിരുന്ന, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ജീവിച്ചിരുന്ന ഒരു കാലത്ത് നമ്മളെല്ലാം കണ്ടറിഞ്ഞ, നമ്മുടെയൊക്കെ മനസാക്ഷി അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അതെ, നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരു സംഭവമാണിത്. നമ്മളൊക്കെ കണ്ടുപോകുന്ന ഒരു സംഭവമാണിത്. ആ സംഭവത്തെ ഒരു സിനിമയിലേക്ക് വരാൻ, അതൊക്കെ എന്താണ്? ഈ മോഹൻലാലിന്റെ സിനിമ പോയാലും വേറെ ഈ സിനിമ വരും. ഈ രാജ്യം എന്താണ്? സംഘപരിവാറിന്റെ തിട്ടൂരങ്ങൾക്ക് അങ്ങനെയൊന്നും അങ്ങ് തലകുനിച്ചു കൊടുക്കാൻ പറ്റില്ല. നിയോ ഫാസിസ്റ്റുകൾ ചിന്തിക്കും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് എല്ലാത്തിനും ഒതുക്കളിയാമെന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ മരണത്തെ ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. തങ്ങളുടെ സ്വാതന്ത്ര്യവും തങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സാഹചര്യമൊക്കെ നഷ്ടപ്പെടുമ്പം ജനങ്ങൾ രംഗത്തേക്ക് വരും. ഇവിടെ കക്കയും മാലൂർക്കുന്ന് ക്യാമ്പിലൊക്കെ പോയിട്ട് ഇവിടുത്തെ യുവാക്കൾ അതിനെയൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട്. അഭിപ്രായം പറയുന്നവനെ തുടയല് ഉരുട്ടി അവനെ തകർത്ത് കളഞ്ഞ, ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അതിജീവിച്ച, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, തങ്ങളുടെ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ ഒരു ചരിത്രം ഈ കേരളത്തിനുണ്ട്. അതുകൊണ്ട് എന്താണ്, ഒരു മോഹൻലാൽ സറണ്ടർ ചെയ്തുകൊണ്ട്, ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ടീം സറണ്ടർ ചെയ്തുകൊണ്ട് കേരളമാകെ, അങ്ങനെ മലയാളിയുടെ കലാലോകമാകെ സറണ്ടർ ചെയ്തു എന്ന് ആരും ചിന്തിക്കേണ്ട. ആളുകൾ ഇനിയും സിനിമ എടുക്കും. നിങ്ങൾക്ക് ബാബു ബജ്രംഗിയുടെ ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് മറച്ചു വെക്കാനാവില്ല. മോഹൻലാലിന്റെ സിനിമയില്ലെങ്കിലും അവിടെ നിങ്ങൾ സെൻസർ നടത്തിയാലും കത്രിക കൊണ്ട് വെട്ടിക്കളഞ്ഞാലും അത് ഇന്നും ഇവിടെ പബ്ലിക് ഡൊമിനിയിൽ ഉണ്ട് എന്ന് BJP-ക്കാർ മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ ചെപ്പടി വിദ്യ കൊണ്ടൊന്നും ഇതിനെയൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.